ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് രണ്ട് പക്ഷികളെ പരിചയപ്പെടാം. വലിയ കൊക്കുകൾ കാരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട പക്ഷികളാണ് ഷൂബിൽ സ്റ്റോർക്കും പെലിക്കനുകളും. ആദ്യമായി നമുക്ക് ഷൂബിൽ സ്റ്റോർക്കുകളെ തന്നെ പരിചയപ്പെടാം. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു വലിയ നീർപക്ഷിയാണ് ഷൂബിൽ സ്റ്റോർക്ക്. കണ്ടാൽ ഷൂ പോലെ തോന്നുന്ന കൊക്കുള്ളതുകൊണ്ടാണ് ഈ പക്ഷികൾക്ക് ഷൂബിൽ എന്ന പേര് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കുള്ള മൂന്നാമത്തെ പക്ഷിയാണ് ഷൂബിൽ. ഒരു ഷൂബിൽ സ്റ്റോർക്കിന്റെ കൊക്കിന് 9.5 ഇഞ്ച് വരെ നീളമുണ്ടായിരിക്കും. കിഴക്കൻ ആഫ്രിക്കയിലെ വരണ്ട പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഈ പക്ഷികൾ ജീവിക്കുന്നത്. ഉഗാണ്ട, ടാൻസാനിയ, ദക്ഷിണ സുഡാൻ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഷൂബിൽ സ്റ്റോർക്കുകൾ ജീവിക്കുന്നു. ഒരു വലിയ പക്ഷിയാണ് ഷൂബിൽ. ഒരു ഷൂബിൽ സ്റ്റോർക്കിന് 5 അടി വരെ ഉയരത്തിൽ വളരുവാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യനോളം തന്നെ വലിപ്പത്തിൽ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഷൂബില്ലിന് 7 കിലോഗ്രാമോളം ഭാരവുമുണ്ടായിരിക്കും. ഷൂബിൽ സ്റ്റോർക്കുകൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിലും ഇവർ സ്റ്റോർക്ക് എന്ന പക്ഷിയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരല്ല. യഥാർത്ഥത്തിൽ ബാലേനിസിപ്റ്റിഡെ എന്ന പക്ഷി കുടുംബത്തിലെ ബാലേനിസെപ്സ് എന്ന ജനുസിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ഈ ജനുസിൽ ഉൾപ്പെടുന്ന ഒരേയൊരു പക്ഷിയാണ് ഷൂബിൽ. പെലിക്കനുകളാണ് ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ചാര നീല നിറങ്ങളോട് കൂടിയ തൂവലുകളാണ് ഷൂബില്ലുകൾക്കുള്ളത്. വിശാലമായ ചിറകുകളും നീണ്ട കാലുകളും ഇവരുടെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ്. വലിയ കൊക്കിന് പുറമെ വലിയ കാൽപാദങ്ങളും ഇവയ്ക്കുണ്ട്. ചതുപ്പുനിലങ്ങളിൽ ദീർഘനേരം ഉറച്ചു നിന്ന് ഇര തേടുവാൻ ഈ കാൽപാദങ്ങൾ അവരെ സഹായിക്കുന്നു. താറാവിൻ്റേതുപോലുള്ള ഇവരുടെ കാൽപാദത്തിൽ 4 വിരലുകളുണ്ട്. അതിൽ നടുവിരലിന് 18 സെന്റിമീറ്ററിലേറെ നീളമുണ്ടാകും. ഇരയെ എളുപ്പത്തിൽ റാഞ്ചിയെടുക്കുവാൻ ശേഷിയുള്ള ദൃഢമായ കാലുകളും ശക്തമായ കൊക്കും ഇവരെ മികച്ച ഇരപിടിയന്മാരാക്കി മാറ്റുന്നു. വളരെ മന്ദഗതിയിലുള്ള ശരീരചലനങ്ങളാണ് ഈ പക്ഷികൾക്കുള്ളത്. ദീർഘനേരം ഒരിടത്ത് തന്നെ നിശ്ചലമായി നിൽക്കുന്ന ശീലവും ഷൂബില്ലിനുണ്ട്. ക്ഷമയോടെ ഇരയെ പിന്തുടരുന്നു. കൃത്യമായ അവസരം ലഭിക്കുമ്പോൾ വേട്ടയാടും. മികച്ച കാഴ്ചശക്തിയുള്ളതിനാൽ ഷൂബില്ലുകൾക്ക് വളരെ എളുപ്പത്തിൽ ഇരകളെ കണ്ടെത്തുവാൻ സാധിക്കും. മത്സ്യങ്ങളാണ് ഇഷ്ടഭക്ഷണം. അതിനു പുറമെ മുതലക്കുഞ്ഞുങ്ങൾ, പാമ്പുകൾ, തവളകൾ, മറ്റു ജലപക്ഷികളുടെ കുഞ്ഞുങ്ങൾ എന്നിവയെയും ഇവർ അകത്താക്കും. ചെറിയ ഇരകളെ മുഴുവനായും വിഴുങ്ങും. വലിയ ഇരകളെ കൊത്തിമുറിച്ച് കഷ്ണങ്ങളാക്കും. വളരെ സാവധാനത്തിൽ പറക്കുന്ന പക്ഷികളാണ് ഷൂബില്ലുകൾ. അവർ ദീർഘദൂരം പറക്കാറില്ല. ഏകാന്തമായി ജീവിക്കുന്ന പക്ഷികളാണ് ഷൂബില്ലുകൾ. ഇണപക്ഷികളാണെങ്കിൽ കൂടി ഒരേ പ്രദേശത്തിൻ്റെ 2 അറ്റങ്ങളിലേ താമസിക്കൂ. എന്നാൽ പ്രജനനകാലം ആവുമ്പോഴേക്കും ഇവർ ഇണചേരാനായി ഒത്തുകൂടും. ചതുപ്പുകളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാൽ മൂടപ്പെട്ട തുരുത്തുകളാകും ഇവർ കൂടുനിർമ്മാണത്തിനായി തിരഞ്ഞെടുക്കുക. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ചേർന്ന് കൂടുകൾ നിർമ്മിക്കുന്നു. ജലസസ്യങ്ങളും പാപ്പിറസ് ചെടിയുമാണ് കൂടുനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 3 മീറ്റർ വരെ വ്യാസമുള്ള വലിയ കൂടുകളാണ് ഈ പക്ഷികൾ നിർമ്മിക്കുന്നത്. ഒരു ബ്രീഡിംഗ് സീസണിൽ 3 മുട്ടകൾ വരെ പെൺപക്ഷി ഇടുന്നു. 30 ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിയും. മിക്കപ്പോഴും ഒരു കുഞ്ഞ് മാത്രമേ അതിജീവിക്കുകയുള്ളൂ. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ചേർന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു. വിരിഞ്ഞിറങ്ങി 3.5 മാസമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ പറന്നു തുടങ്ങും. 35 തൊട്ട് 50 വർഷം വരെയാണ് ഈ പക്ഷികളുടെ ശരാശരി ആയുസ്. ആക്രമണ സ്വഭാവം തീരെയില്ലാത്ത ശാന്തശീലരായ പക്ഷികളാണ് ഷൂബില്ലുകൾ. പക്ഷി നിരീക്ഷകർ ആഫ്രിക്കയിലെ ഏറ്റവും ആകർഷകമായ 5 പക്ഷികളിലൊന്നായി ഷൂബില്ലിനെ കണക്കാക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് ഷൂബില്ലുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനനശീകരണം, കാട്ടുതീ, വരൾച്ച തുടങ്ങിയ പലവിധ കാരണങ്ങളാൽ ചതുപ്പുകളും നീർപ്രദേശങ്ങളുമൊക്കെ കുറഞ്ഞു വരുന്നതും വേട്ടയാടലുമൊക്കെ ഇവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ഭൂമിയിൽ 5000 തൊട്ട് 8000 ഷൂബില്ലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പെലിക്കനുകളെ പരിചയപ്പെടാം. ഒരു വലിയ ജലപക്ഷിയാണ് പെലിക്കൻ. ഏറ്റവും നീളം കൂടിയ കൊക്കുള്ള പക്ഷി കൂടിയാണിത്. ഓസ്ട്രേലിയൻ പെലിക്കന്റെ കൊക്കിന് 18 ഇഞ്ച് വരെ നീളമുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും പെലിക്കനുകൾ ജീവിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള തടാകങ്ങളിലും നദികളിലും കടൽ തീരങ്ങളിലും പെലിക്കനുകൾ വസിക്കുന്നു.
പെലിക്കനുകളുടെ കൊക്കിന് താഴെ ഗുലാർ എന്നറിയപ്പെടുന്ന ഒരു സഞ്ചിയുണ്ട്. ഈ സഞ്ചിയിൽ 13 ലിറ്ററോളം വെള്ളം ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഇത് പെലിക്കനുകളുടെ വയറിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിൻ്റെ 3 ഇരട്ടിയാണ്. 8 തരം പെലിക്കനുകളുണ്ട്. വരണ്ട ദ്വീപുകളും തീരദേശ ജലാശയങ്ങളുമാണ് ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങൾ. ചാര, കറുപ്പ്, വെള്ള തുടങ്ങിയ നിറങ്ങളിലുള്ള തൂവലുകളാണ് ഈ പക്ഷികൾക്കുള്ളത്. താറാവിൻ്റേത് പോലുള്ള കാലുകളാണ് പെലിക്കനുകൾക്കുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നീന്തുവാൻ അവരെ സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പെലിക്കൻ ഇനം ഡാൽമേഷ്യനാണ്. ഒരു ഡാൽമേഷ്യൻ പെലിക്കന് 12 കിലോഗ്രാമോളം ഭാരമുണ്ടായിരിക്കും. ഡാൽമേഷ്യൻ പെലിക്കനുകളുടെ ചിറകിന് 11.5 അടിയോളം നീളമുണ്ടായിരിക്കും. പെലിക്കനുകൾ മികച്ച പറക്കൽ വിദഗ്ധരാണ്. കൂറ്റൻ ചിറകുകളുള്ളതിനാൽ പരുന്തുകളെപ്പോലെ ഉയരത്തിൽ പറക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. തെർമൽ സോറിംഗ് എന്ന പറക്കൽ രീതി ഉപയോഗിച്ച് പെലിക്കനുകൾക്ക് 10,000 അടി വരെ ഉയരത്തിലേക്ക് പറക്കുവാൻ സാധിക്കും. കൂടാതെ ഗ്രൗണ്ട് ഇഫക്റ്റുകളെയും ഇവർ പറക്കുവാനായി പ്രയോജനപ്പെടുത്തുന്നു. തെർമൽ സോറിങ്ങും ഗ്രൗണ്ട് ഇഫക്റ്റും പ്രയോജനപ്പെടുത്തി ചിറകുകൾ അധികം അനക്കാതെ പരമാവധി ഊർജം നിലനിർത്തിക്കൊണ്ട് ദീർഘദൂരം പറക്കുവാൻ പെലിക്കനുകൾക്ക് സാധിക്കും. വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ പോലും ഇരയെ കണ്ടെത്തുവാൻ പെലിക്കനുകൾക്ക് സാധിക്കും. ഇരയെ കണ്ടെത്തിയാൽ അതിവേഗത്തിൽ കൃത്യതയോടെ വെള്ളത്തിലേക്ക് പറന്നിറങ്ങി കൊക്കിലൊതുക്കും. മത്സ്യങ്ങളാണ് പ്രധാന ഭക്ഷണം. ഒരു ദിവസം 2 കിലോയോളം മത്സ്യം ഇവർ അകത്താക്കും. ഗുലാർ സഞ്ചി ഉപയോഗിച്ചാണ് മത്സ്യങ്ങളെ പിടിക്കുന്നത്. 100 കണക്കിന് പക്ഷികളുള്ള കോളനികളായാണ് പെലിക്കനുകൾ ജീവിക്കുന്നത്. പെലിക്കനുകൾ സാധാരണയായി ദ്വീപുകളിലെ കോളനികളിലാണ് പ്രജനനം നടത്തുന്നത്. ഒരു ദ്വീപിൽ തന്നെ നിരവധി ചെറിയ കോളനികൾ ഉണ്ടാകും. പ്രജനനകാലം ആരംഭിക്കുന്നതിന് മുൻപ് പെലിക്കനുകളുടെ കൊക്കുകൾ, മുഖചർമ്മം, ഗുലാർ സഞ്ചി എന്നിവ കൂടുതൽ തിളക്കമുള്ളതായി തീരും. സാധാരണയായി വെള്ളത്തിനടുത്തുള്ള മരങ്ങളിലോ അല്ലെങ്കിൽ കുറ്റിക്കാടുകളിലോ ആണ് ഇവർ കൂടുകൾ നിർമ്മിക്കുക. തൂവലുകൾ, ഇലകൾ, വിറകുകൾ എന്നിവ ഉപയോഗിച്ചാണ് കൂടുകൾ നിർമ്മിക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ചേർന്ന് കൂടുകൾ നിർമ്മിക്കുന്നു. പെൺപക്ഷികൾ 1 മുതൽ 3 മുട്ടകൾ വരെ ഇടുന്നു. 30 മുതൽ 36 ദിവസമെടുത്താണ് മുട്ടകൾ വിരിയുന്നത്. പെലിക്കനുകളുടെ ശരാശരി ആയുസ് 25 വർഷമാണ്. സമുദ്ര മലിനീകരണം കാരണം മത്സ്യങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് പെലിക്കനുകളുടെ ഭക്ഷണ ലഭ്യത കുറച്ചിട്ടുണ്ട്. നീളമുള്ള കൊക്കുകൾക്കും തൂവലുകൾക്കും വേണ്ടി മനുഷ്യർ വ്യാപകമായി പെലിക്കനുകളെ വേട്ടയാടുന്നു. പല പെലിക്കൻ ഇനങ്ങളുടെയും അംഗസംഖ്യയിൽ ഇന്ന് കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക.